സംസ്ഥാനത്ത് VIP-കളുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശന വിവരങ്ങൾ അടക്കം എത്തുന്നു. അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട വിവരങ്ങളാണ് ചോരുന്നത്. ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, VIP-കൾ വരുന്നതും അവരുടെ സന്ദർശന സമയത്തെയും ഒക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രമാത്രമെന്ന് നമുക്കറിയാം. അതൊക്കെ മറികടന്ന് അവരുടെ യാത്രാ വിവരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തുന്നുവെങ്കിൽ എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം അടക്കം പ്രവർത്തിക്കുന്നത്? കൃഷ്ണരാജ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. 2023 ഏപ്രിൽ 22-നാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഇൻ്റലിജൻസ് അതീവ രഹസ്യമായി തയ്യാറാക്കിയ സുരക്ഷാ സ്കീം ചോർന്നത്. ഈ സുരക്ഷാ സ്കീം ചോർന്ന വിവരം അന്ന് തന്നെ ജനം TV വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് സംസ്ഥാന ഇൻ്റലിജൻസും അതുപോലെ തന്നെ പോലീസും അന്വേഷണം ആരംഭിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനം TV വാർത്ത പുറത്തു വന്നതിന് ശേഷമായിരുന്നു പോലീസ് ഈ സുരക്ഷാ സ്കീം ചോർന്നു എന്ന വിവരം പോലും മനസ്സിലാക്കിയത്. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആ ഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്. പ്രത്യേകിച്ചും ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ യാത്രാ വിവരങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒരു കാരണവശാലും കൈമാറരുതെന്ന കർശനമായ നിർദ്ദേശമായിരുന്നു നൽകിയത്. അതിന് കാരണമെന്ന് പറയുന്നത്, ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷാ സ്കീം തയ്യാറാക്കുമ്പോൾ ആ സുരക്ഷാ സ്കീം ടോപ്പ് സീക്രട്ട് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ടോപ്പ് സീക്രട്ട്, സീക്രട്ട്, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ, ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള സുരക്ഷാ സ്കീമുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നൽകരുത് എന്ന കർശനമായ നിർദ്ദേശമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ വീണ്ടും വീഴ്ച സംസ്ഥാനം വരുത്തുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷാ സ്കീം, അതായത് പ്രധാനമന്ത്രി ആയാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയാലും അത് ഈ രീതിയിൽ അതീവ സുരക്ഷയുള്ളവരുടെ സുരക്ഷാ സ്കീം പോലീസ് തയ്യാറാക്കിയാലും ഇന്റലിജൻസ് തയ്യാറാക്കിയാലും ആ സുരക്ഷാ സ്കീം വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നൽകരുതെന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഇത് പാലിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഇത് പാലിക്കപ്പെടുന്നില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ വിഷയങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് കേന്ദ്ര ഇന്റലിജൻസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും വലിയൊരു ഗുരുതരമായ സുരക്ഷാ പ്രശ്നമായി ഈ വിഷയം മാറുന്നുവെന്നും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. 2023 തയ്യാറാക്കിയ സുരക്ഷാ സ്കീം, അതിൽ തന്നെ പറയുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ എവിടെ നിന്നൊക്കെയാണ് സുരക്ഷാ പ്രശ്നങ്ങളുള്ളത്, സുരക്ഷാ വെല്ലുവിളികൾ ഉള്ളത് എന്നത് ആ സ്കീമിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറയുന്നു, പോപ്പുലർ ഫ്രണ്ടിന് വലിയ സ്വാധീനമുള്ള സംസ്ഥാനമാണ് കേരളം. നിരോധനത്തിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം സംസ്ഥാനത്ത് ശക്തമാണ്. SDPIയുടെ പ്രവർത്തനം ശക്തമാണ്. അതുപോലെ തന്നെ ജോർജ് ജോസഫ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, VIP-കളുടെ യാത്രാ വിവരങ്ങൾ അത് പ്രധാനമന്ത്രിയുടേതടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചോരുന്നു എന്നാണ്. ഈ വിവരങ്ങളൊക്കെയും ലളിതമായി ആർക്കും കാണാവുന്ന തരത്തിലേക്ക് പോകുന്നു എന്നതാണ് വിവരം. എത്രമാത്രം ഗുരുതരമായൊരു വീഴ്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് വളരെ ഗുരുതരം തന്നെയാണ്, എനിക്ക് ആരും സംശയമില്ല. കാരണം ഈ വാട്സാപ്പ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നപ്പം എല്ലാവർക്കും അവരവരുടെ മൊബൈലിൽ ഡീറ്റെയിൽസ് എടുക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ അവർ അയച്ചു കൊടുക്കുന്നു. ഇതൊന്നും ഒരു VIP സെക്യൂരിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത്, ഒരു DYSPക്ക് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ഈ മൂവ്മെന്റ് അറിയാൻ പാടുള്ളൂ. താഴോട്ട് കൊടുക്കരുത്. താഴോട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആ സീനിയർ ഓഫീസർ പറയുന്ന പോലെ താഴെയുള്ള ഒരു ജോലി ചെയ്താൽ മതി. അപ്പൊ ഇൻഡിവിജ്വലിന്റെ എല്ലാവർക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കും. നമുക്കത് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ്, മറ്റത് VIP-കളുടെ എല്ലാ കേരളത്തിലെ സന്ദർശനത്തിനും അതിനൊരു ബ്ലൂ ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ അത് ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് അന്ന് ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രി വരുമ്പോൾ, ഇന്ദിരാഗാന്ധി ഉള്ളവരൊക്കെ വരുമ്പം ഞങ്ങളുടെ അടുത്ത് പോലും അന്ന് ആ സീനിയർ ഓഫീസറായ ഞങ്ങളുടെ അടുത്ത് പോലും അത് കാരണം അന്ന് DYSP താഴെയുള്ളവരൊക്കെ ആർക്കും അത് കൺവേ ചെയ്യില്ല. ആ ബ്ലൂ ബുക്ക് വളരെ സീക്രട്ടായിട്ട് മാത്രമാണ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അത് സീനിയർ ഓഫീസേഴ്സിന് എത്തിക്കുന്നത്. അവരൊക്കെ അത് സീൽ ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. കാരണം ആ മൂവ്മെന്റ് അറിയാൻ പാടില്ല. അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, ഞാൻ അന്ന് പേട്ട SI ആയിരുന്ന സമയത്ത്, CA പേട്ട ആയിരുന്ന സമയത്ത്, ഇന്ദിരാഗാന്ധി വന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്തൊരു ബസ് വന്നു. ബസ് വന്നിട്ട് 2 കുട്ടികളുടെ പുറത്തൂടെ കയറി അങ്ങ് പോയി. അപ്പൊ അതൊക്കെ നമുക്ക് പറ്റിയ, പോലീസിന് പറ്റിയ പാളിച്ചാണ്. ഇന്ന് ഞാനത് ഓർക്കുന്നു. 2 കൊച്ചുങ്ങളും മരിച്ചുപോയി, 1-ലോ 2-ലോ പഠിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ആള് ബസ് റോഡ് ക്രോസ് ചെയ്തങ്ങ് വിട്ടതാണ്. അത് VIP എയർപോർട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ സ്ലിപ്പാണ്. അപ്പൊ അതുപോലെ
VIP മൂവ്മെന്റ് പൊതുജനങ്ങൾ അറിയാൻ പാടില്ല. വന്നോട്ടെ, സ്വീകരിച്ചോട്ടെ, അതിനൊക്കെ പൊക്കോളൂ, ഇന്ന സ്ഥലത്ത് സ്വീകരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷേ എയർപോർട്ടിൽ നിന്ന് മറ്റുള്ള ഈ പൈലറ്റ് വാഹനം ഉൾപ്പെടെയുള്ള മൂവ്മെന്റുകളൊന്നും കൃത്യമായിട്ട് പറയാറില്ല. എന്തെങ്കിലും ത്രെട്ട് ഉണ്ടെങ്കിൽ സാധാരണ ഒരു ഡൈവേർഷൻ അനുവദിച്ചു, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വഴിയുടെ അന്നിടും, ഇടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു എസ്കേപ്പ് റൂട്ട് വേണം VIP. അതുകൊണ്ട് ഇതുപോലെയുള്ള രാജ്യത്തെ ചിത്രശക്തികൾ ഉള്ളത് കൊണ്ട് ഒരു VIP-യുടെയും അവിടുത്തെ ഈ സന്ദർശനത്തിന്റെ ഡീറ്റെയിൽസ് ഒരു പോലീസ് സീനിയർ ഓഫീസർമാരല്ലാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പാടില്ല, വാട്സാപ്പ് കൊടുക്കാൻ പാടില്ല. കാരണം സീനിയർ ഓഫീസേഴ്സിന് അറിയാം ഏത് റൂട്ടാണ് പോകുന്നത്, അത് മാത്രമേ ഉള്ളൂ. അവിടെ ഡ്യൂട്ടിക്ക് ആളെ നിയോഗിക്കാന്നല്ലാതെ ആ റൂട്ട് മാറുന്നുണ്ടോ, വേറെ വഴിക്ക് കൂടെ പോകുന്നുണ്ടോ എന്നുള്ള പോലും ഇവരറിയില്ല. ഡ്യൂട്ടിക്കാർ അവിടെ തന്നെ കാണും. അതാണ് ദിവസങ്ങൾ ഒരുപക്ഷെ പരിശീലനം, അതായത് റിഹേഴ്സൽ ഒക്കെ നടത്തിയാണ് ഈ VIP വരുന്നത്. മുൻപൊരിക്കൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് തോന്നുന്നു വന്ന സമയത്ത് ഈ വാഹനം വഴിമാറിപ്പോയെന്ന ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ആരുടെ ഭാഗത്താണ് ഈ പാളിച്ചുകൊണ്ടാകുന്നത്? നേരത്തെ പ്രൈം മിനിസ്റ്റർ വന്ന സമയത്ത് നേരത്തെ ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കേരളം പോലുള്ള സ്ഥലത്ത് ചിത്രശക്തികൾ, ചില ആൾക്കാർ, ചില വിങ്ങുകളും ചില സംഘടനകളൊക്കെ ഉണ്ട് കേരളത്തിൽ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം VIP വരുമ്പോൾ. അതുകൊണ്ട് ആ സന്ദർഭത്തിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അവരുടെ നീക്കങ്ങൾ, അതിനുള്ള ബ്ലൂ ബുക്കിന്റെ വിവരങ്ങളൊന്നും പങ്കുവെക്കാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. താഴെക്കിടയിലുള്ള സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് പോലും കൊടുക്കാൻ പാടില്ല. സീനിയർ ഓഫീസർമാർ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക. ആ ബ്ലൂ ബുക്കിന്റെ ഡീറ്റെയിൽസിന് എത്ര മണിക്ക് വരുന്നു, എത്ര മണിക്ക് പോകുന്നു, എത്ര മിനിറ്റ് കൊണ്ട് റോഡ് പാസ് ചെയ്യുന്നു, എവിടെയാണ് ഫംഗ്ഷൻ, അതൊക്കെ കൊടുക്കാം. ആ റോഡ് ഫംഗ്ഷൻ സ്ഥലം കൊടുക്കാം. പക്ഷെ വരുന്ന റോഡും വരുന്ന റൂട്ടും അവിടെ ആരൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ്, അവിടെയാണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അതായത് ചിത്രശക്തികൾ അതുപോലെയുള്ള തീവ്രവാദികൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ഈ ഡീറ്റെയിൽസ് കഴിക്കുന്നുണ്ട്. ഇന്ന സമയത്ത് 10-15 ഇന്ന സ്ഥലത്ത് വരും, സ്റ്റാച്യു വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ല. പ്രധാനമന്ത്രി വരുന്നുണ്ട്, എയർപോർട്ടിൽ വരുന്നുണ്ട്, 11 മണിക്ക് ഒരു ഫംഗ്ഷൻ, സെനറ്റ് ഹാളിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ലാതെ അതിന്റെ ഇടയ്ക്കുള്ള സംഗതികളൊന്നും ആരും അറിയാൻ പാടില്ല. അത് വളരെ ഇന്റലിജന്റ് ആയ ഓഫീസേഴ്സ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് ഒരാൾ വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പാടില്ല, ഒരു വണ്ടി കൊണ്ട് വന്ന് ഇതിനകത്ത് കയറാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു കേസ് അങ്ങനെ പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അത് ഏത് രാഷ്ട്രീയ ചിന്തയും വിഭിന്ന ചിന്തയൊക്കെ ഉള്ളവരായാലും ശരി, നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്, നമ്മുടെ പ്രസിഡന്റാണ്, നമ്മുടെ വൈസ് പ്രസിഡന്റാണ്, നമ്മുടെ ഗവർണറാണ്, ഇങ്ങനെയുള്ള ചിന്തകള് ഇന്ത്യൻ പൗരന്മാർക്ക് വേണം. അത് രാജ്യത്തിന് നല്ലതല്ല. ഇതുപോലെ അങ്ങനെയുള്ള ആൾക്കാർ ആക്ട് ചെയ്യുന്നതും അതിനുള്ള അവസരം കൊടുക്കുന്നതും അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള ബ്ലൂ ബുക്കിനകത്തുള്ള ഡീറ്റെയിൽസുകളൊന്നും വാട്സാപ്പിൽ ഇടാൻ പാടില്ല. സബോർഡിനേറ്റ് പോലീസ് ഓഫീസേഴ്സിനെ അറിയിക്കാൻ പാടില്ല. സീനിയർ ഓഫീസേഴ്സ് ആണ് അത് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് സീനിയർ ഓഫീസർക്ക് മാത്രം ആ ഫംഗ്ഷന്റെയും റൂട്ടിന്റെയും എല്ലാം ബ്ലൂ ബുക്ക് അവർക്ക് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അത് ജൂനിയർ താഴെക്കടയിൽ ഓഫീസർക്ക് അവർ സീനിയർ ഓഫീസർ ഷെയർ ചെയ്യാൻ പാടില്ല. അതനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കി ഓറലായിട്ട് പറഞ്ഞു കൊടുക്കാന്നല്ലാതെ അത് ആ വോയിസ് റെക്കോർഡ് പോലും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്നാൻ പാടില്ല. കാരണം പല സന്ദർഭത്തിലും VIP വരുമ്പോൾ മറ്റ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് കേൾക്കാൻ പറയും. കാരണം അതൊന്നും റെക്കോർഡ് ചെയ്ത് പോകാനൊക്കത്തില്ല. അതെല്ലാവരും മൊബൈൽ ഓഫ് ചെയ്തിട്ടാണ് ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അത് രാജ്യത്തിന് അപമാനമാണ്. നമുക്കറിയാം, നമ്മുടെ 1-2 പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇതിപ്പോ ചോരുന്നതൊരു പതിവായിരിക്കുന്നു എന്നാണല്ലോ ഈ വാർത്ത. അങ്ങനെയെങ്കിൽ ഇനി എന്ത് നടപടിയാണ് വേണ്ടത്? ശ്രദ്ധിക്കുക മാത്രമല്ലല്ലോ, നടപടി ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും നടപടി ഉണ്ടാവില്ല. അവർക്കെതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ വേണ്ടി വരും. അത് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട് പോയി ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ഓഫീസറുടെ മൊബൈലിനകത്ത് വന്ന വിവരം അയാൾ ആർക്ക് അയച്ചു കൊടുത്തു? അങ്ങനെയുള്ളവരൊന്നും സർവീസ് വെക്കാൻ പാടില്ലല്ലോ. VIP സെക്യൂരിറ്റി ആ ടോപ്പ് ടു ബോട്ടം എല്ലാവർക്കും ഒരുപോലെയല്ലേ അത് ബാധകമാകുന്നത്. താഴെക്കടയിൽ ഓഫീസർ ആയാലും സീനിയർ ഓഫീസർ ആയാലും ശരി, അവർക്കെല്ലാവർക്കും ഇത് ബാധകമാകുന്ന കാര്യങ്ങളാണ്. അത് VIP-യിലെ സെക്യൂരിറ്റി DGP മുതൽ താഴോട്ടുള്ള കോൺസ്റ്റബിൾ വരെ ഉള്ളവർക്ക് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർക്കാണ്. അപ്പൊ അതിനകത്ത് മറ്റുള്ളവർ ഇന്റർഫിയർ, മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് കർശനമായ നടപടി ഞങ്ങളുള്ളവർക്ക് എടുത്തേ പറ്റുള്ളൂ. ശരി, നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്. രാജീവ്, ഇത് ചോരുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എങ്ങനെ ചോരുന്നുവെന്നാണ്?
കൃഷ്ണരാജ്, പ്രധാനമായും ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കൾ സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരു സുരക്ഷാ സ്കീം തയ്യാറാക്കാറുണ്ട്. അതായത് ടെക്നിക്കൽ ഏരിയ, എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയിലാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കൾ എത്തുന്നത്. വിമാനത്തിൽ അവർ ഇറങ്ങിയതിന് ശേഷം ഉള്ള യാത്രാ വിവരങ്ങൾ, യാത്ര എങ്ങനെയാകണം, ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഇതിനൊപ്പം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഇവരെ അകമ്പടി സേവിക്കുന്ന വാഹനങ്ങൾ ഏത് രീതിയിലുള്ളതായിരിക്കണം, ആ വാഹനത്തിൽ ആരൊക്കെ ഉണ്ടാകണം എന്നത് സംബന്ധിച്ചാണ് ഒരു സുരക്ഷാ സ്കീം തയ്യാറാക്കുന്നത്. ഏത് വേദിയിലാണോ പ്രധാനമന്ത്രി എത്തുന്നത് അല്ലെങ്കിൽ മറ്റ് VIP-കൾ എത്തുന്നത് അവിടെ വരെയുള്ള സുരക്ഷാ സ്കീം, ആ വേദിയിലുള്ള സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ സുരക്ഷാ സ്കീമിൽ ഉണ്ടാകും. ഈ സുരക്ഷാ സ്കീമാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബ്ലൂ ബുക്ക് ഉണ്ട്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഈ തരത്തിലുള്ള സുരക്ഷാ സ്കീമുകൾ, അതായത് ടോപ്പ് സീക്രട്ട് ആകട്ടെ, സീക്രട്ട് ആകട്ടെ, കോൺഫിഡൻഷ്യൽ ആകട്ടെ, ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ ഒരു കാരണവശാലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നൽകരുത് എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് നേരിട്ട് നൽകണം, അല്ലെങ്കിൽ പോലീസിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയച്ചു നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സ്കീമുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നൽകുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നൽകുകയും പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം എത്തുന്നു, പിന്നീട് ഇതാ സ്വകാര്യ വ്യക്തികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോകുന്നു. ഇവിടെ സുരക്ഷാ പ്രശ്നം എങ്ങനെ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത് 2023 പ്രധാനമന്ത്രി കേരള സന്ദർശനത്തിനായി എത്തുന്നു. 2023 ഏപ്രിൽ 22 അദ്ദേഹം എത്തുമ്പോൾ ഒരു സുരക്ഷാ സ്കീം തയ്യാറാക്കുന്നു. ആ സുരക്ഷാ സ്കീമിലാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തമായ സ്വാധീനം ഇപ്പോഴുമുണ്ട്, അതിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സ്കീമിൽ കൃത്യമായി തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. മാത്രമല്ല മാവോയിസ്റ്റ് സാന്നിധ്യം ഇപ്പോഴും കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സ്കീം തയ്യാറാക്കിയത്. ഈ സുരക്ഷാ സ്കീമായിരുന്നു ആ ഘട്ടത്തിൽ ചോർന്നത്. ഇത് ജനൻ TV പുറത്തുവിട്ടതിന് പിന്നാലെ ആ സുരക്ഷാ സ്കീം തിരുത്തുകയാണ് ചെയ്തത്. അന്ന് തന്നെ SPG വ്യക്തമാക്കിയിരുന്നു, ഏതായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ തയ്യാറാക്കുന്ന സുരക്ഷാ സ്കീം ഒരു കാരണവശാലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നൽകരുത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആ ഒരു നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അന്ന് തന്നെ NIA ഉദ്യോഗസ്ഥൻ ശ്രീ TK രാജ്മോഹൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ TK രാജ്മോഹൻ, എത്ര മാത്രം ഗൗരവമേറിയ ഒരു വാർത്തയാണിത്? സംസ്ഥാനത്ത് VIP-കളുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നു, അത് അനായാസം വാട്സാപ്പിലേക്ക് എത്തുന്നു, അതിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് പടരുന്നു. തികച്ചും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ പ്രൈം, അതായത് നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നത്, അത് SPG പ്രൊട്ടക്റ്റിയാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലത്തെ ഓൺലി SPG പ്രൊട്ടക്റ്റി അറ്റ് പ്രസന്റ്. അപ്പോൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ അതിനാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഒരു 5 ലെയർ സെക്യൂരിറ്റിയാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ കറണ്ട് പ്രൈം മിനിസ്റ്റർക്ക് നമ്മളത് കൊടുത്തിരിക്കുന്നത് 5 ലെയർ സെക്യൂരിറ്റിയാണ്. അത്രത്തോളം ഫുൾ പ്രൂഫാണ്. എന്താണ് വേൾഡിൽ തന്നെ ഇത്ര ഫുൾ പ്രൂഫ് അറേഞ്ച്മെന്റ്സ് പറയുന്നത്. അത്ര വിലപ്പെട്ടതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ജീവൻ. അപ്പോൾ അത് അത്തരത്തിൽ ഡീൽ ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് SPG പ്രൊട്ടക്റ്റ് ആണ്. അപ്പോൾ ഈ 5 ലെയർ സെക്യൂരിറ്റിയിൽ ഡീൽ ചെയ്യുന്ന നമ്മുടെ ആദരണീയായ പ്രൈം മിനിസ്റ്ററുടെ ഒരു ടൂർ പ്രോഗ്രാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ലീക്കായി എന്ന് പറഞ്ഞാൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റി തന്നെ തകർക്കുന്ന തരത്തിലാണ് അത് നീങ്ങുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി തകരുന്ന ലെവലിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് സെക്യൂരിറ്റി ലീക്കായി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കണക്കൂട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ 5 ലെയർ സെക്യൂരിറ്റിയിൽ 5ാമത്തെ ലെയർ മാത്രമാണ് ഈ ലോക്കൽ പോലീസ് വരുന്നത്, സ്റ്റേറ്റ് പോലീസ് വരുന്നത്. അപ്പൊ ആ 5ാമത്തെ ലെവലിൽ വരുന്ന ഏജൻസിയോട് നമ്മൾ ഈ SPG ഗ്രൂപ്പ് പല ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ അതാണ് ലോക്കലായിട്ട് ഒരു സെക്യൂരിറ്റി പോലീസ് ഒരു ഡീറ്റെയിൽഡ് പോലീസ് സെക്യൂരിറ്റി പ്രിപ്പയർ ചെയ്യും സംസ്ഥാനം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഓഫീസേഴ്സിന് മാത്രമേ പാസ് ചെയ്യുള്ളൂ. പിന്നെ അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ ഒരു പോർഷൻ ആ ഉദ്യോഗസ്ഥന് എവിടെയാണോ ഡ്യൂട്ടി ചെയ്യുന്നത് അതിന് കണക്കായിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഈ മെജോറിറ്റി ഫുൾ പ്രോഗ്രാം കാണുന്നത് ഹാർഡ്ലി ഒരു 10-30 ഓഫീസേഴ്സേ ഉള്ളൂ കേരളത്തിൽ തന്നെ. ഇപ്പൊ സപ്പോസ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ കേരളത്തിൽ വരികയാണെങ്കിൽ ഒരു സ്കീം തയ്യാറാക്കുമ്പോൾ അത് ആ സ്കീം ഫുൾ കാണുന്നത് 10-30 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. അതിന് കീഴിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, പക്ഷെ അവരൊന്നും ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ബന്ദോബസ്ത് സ്കീം ഫുള്ളായി കാണില്ല. അതിന്റെ അവർക്ക് ആവശ്യമില്ല പോർഷൻ മാത്രമേ കാണുള്ളൂ. അത് നീഡ് ടു നോ ബേസിസ് ആണത്.
അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് വാട്സാപ്പിൽ കൂടി പോയി അല്ലെങ്കിൽ അത് ലീക്കായി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സെക്യൂരിറ്റി തകർന്നിരിക്കുകയാണ് നമ്മൾ. അപ്പൊ അത് വളരെ 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 സീരിയസ് ആയി എടുക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് നാഷണൽ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പം അതിൽ എല്ലാ ശ്രദ്ധയും വേണം. ഈ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ല, അത് അങ്ങനെയല്ലേ വഴിയുള്ളൂ. സംസ്ഥാന പോലീസിൽ നിന്ന് തന്നെ ചോരാനല്ലേ വഴിയുള്ളൂ. അതായത് മുൻപ് തന്നെ പല വിവാദങ്ങൾ ഉണ്ടായിരുന്നു. തീവ്ര ഗ്രൂപ്പുകൾ പോലീസിൽ പിടിമുറുക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ളിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നതാണ്. മറ്റെങ്ങനെയാണ് ഇത് ചോരുക? അപ്പോൾ ചോരുന്നിടത്ത് മുളയിലേ നുള്ളുക എന്ന അവസ്ഥ കഴിഞ്ഞു. ഇതിപ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ പറ്റില്ല. ചോർന്ന് തുടങ്ങിയത് നടപടിയെടുത്ത് പരിഹരിക്കാനേ ഇനി കഴിയൂ. തീർച്ചയായിട്ടും. കാരണം ഇത് ചോരാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ചോർന്നാൽ പിന്നെ എന്താണ് ചെയ്യുക? അത് ചോരാനുള്ള കാര്യം എന്നാണ്. അങ്ങനെ ചോർന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് ആ ഹോൾ സ്കീമിൽ തന്നെ റീഅറേഞ്ച് ചെയ്തേ പറ്റൂ. അപ്പൊ അതൊന്ന് ചെയ്യും. രണ്ടാമതെങ്കിൽ അതിന് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും, ഡീറ്റെയിൽ എൻക്വയറി കണ്ടക്ട് ചെയ്യും. അത് ഇന്റലിജൻസ് ബ്യൂറോ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്റലിജൻസ് വിങ് ചെയ്യും, കൂടാതെ ലോക്കൽ പോലീസ് ചെയ്യും. അങ്ങനെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് ഏത് ഗ്രൂപ്പാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്, ആ ഗ്രൂപ്പിന് ആരാണ് വെള്ളവും വെളിച്ചവും കൊടുക്കുന്നത്, ഏത് ഉദ്യോഗസ്ഥനാണ്, അത് ഏത് ലെവൽ ഉദ്യോഗസ്ഥനായാലും ശരി, ലോവർ ലെവലിലാണെങ്കിലും ശരി, ഹയർ ലെവലിലാണെങ്കിലും ശരി, ആരാണ് ഉത്തരവാദി, അവരെ കൊണ്ടുവന്ന് അവരെ ദേശവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് വകുപ്പ് ചേർത്ത് അവരുടെ നടപടിയെടുക്കണം. അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്തു വരുന്നത് അന്വേഷണം നടത്തും, ആ കണ്ട ഉദ്യോഗസ്ഥനെ തരം താഴ്ത്തും, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ പേരിൽ PR ഇനീഷ്യേറ്റീവ്. അങ്ങനെയല്ല വേണ്ടത്. കാരണം പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് നാഷണൽ സെക്യൂരിറ്റിയോട് തുല്യമായ സംഭവമാണ്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സുരക്ഷ മാതിരി ഒരു സംഭവമാണത്. അപ്പൊ അത്തരത്തിൽ അത് വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കണിശമായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യണം. അൺലോഫുൾ ആക്ടിവിറ്റീസ് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ മേൽ നടപടിയെടുത്ത് അവരെ മേൽ ചാർജ് ഷീറ്റ് ചെയ്ത് കോടതി മുഖാന്തരം ഹാജരാക്കിയതിനു ശേഷം കോടതിയിൽ എല്ലാ തെളിവുകളും ഹാജരാക്കി അവർ കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ലീക്കുകൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഇന്ന് ഇപ്പം പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി എല്ലാം ബ്ലൂ ബുക്കുമായി അതിലെ നിർദ്ദേശങ്ങളും അതിലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനെ നമ്മൾ ഫുൾ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ വളരെ കണിശമായും കണ്ടുപിടിച്ച് മുളയിലെ നുള്ളിക്കളഞ്ഞ് അതിന്റെ പേരിൽ വളരെ സ്ട്രിഞ്ചന്റായ ആക്ഷൻ പെടുത്തേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ടി കെ രാജ്മോഹൻ, ദയവായി ഒന്ന് തുടരണം. ആർ രാജീവ്, അതായത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഏറ്റവും മോശം, അതായത് ഇപ്പോൾ കേന്ദ്രമാണല്ലോ കണ്ടെത്തിയത് ഇവിടെ VIP-കളുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നുവെന്നും വാട്സാപ്പിലേക്ക് അത് എത്തുന്നുവെന്നും പടരുന്നുവെന്നും ഒക്കെ കണ്ടെത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ഇവിടുത്തെ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനം, രഹസ്യാന്വേഷണ സംവിധാനമൊക്കെ അപ്പാടെ പാളിയിരിക്കുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമോ ഇത്? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഈ 2023 ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പോലും കേരളം അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്ന വസ്തുത കൂടിയാണ് ഇതിൽ പുറത്തു വരുന്നത്. കാരണം ആ സംഭവം ഉണ്ടായതിനു ശേഷം SPG വളരെ കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു, ഇനി ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷാ സ്കീമുകൾ നൽകരുതെന്ന്. പക്ഷേ അതിനുശേഷവും നമുക്കറിയാം VIP സന്ദർശനങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ സുരക്ഷാ സ്കീമുകൾ കൃത്യമായി വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നൽകാറുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പുറത്തേക്ക് പോകാറുമുണ്ട്. ഇത് ഒരുപക്ഷെ തീവ്രവാദ സംഘത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ പോലീസിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന പല വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പച്ചവെളിച്ചം ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതാണ്. മാത്രമല്ല പോലീസിൽ നിന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ പോലും ചോരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ പേരിൽ പല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലേക്ക് ഇത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇനി ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത് നൽകരുത്, അത് വലിയ വീഴ്ചയാണ്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത്, അത് ഈ VIP-കളുടെ സുരക്ഷയ്ക്ക് വലിയ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേരളത്തിന് ശക്തമായ മുന്നറിയിപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയത്. എന്നാൽ തുടർച്ചയായി ഇത് പാലിക്കുന്നതിൽ സംസ്ഥാനം വീഴ്ച വരുത്തുകയാണ്, സംസ്ഥാന പോലീസ് വീഴ്ച വരുത്തുകയാണ്. സംസ്ഥാനത്തെ
ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പോലും ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കാരണം അതിൽ ഏറ്റവും വലിയ പാളിച്ച ഉണ്ടായി എന്ന് പറയേണ്ടത് 2023 പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെയാണ്. ആ സന്ദർശനം സംബന്ധിച്ച് സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയാണ് ഒരു സ്കീം തയ്യാറാക്കുന്നത്. ആ സ്കീമാണ് അദ്ദേഹം ഉണ്ടാക്കി ഏകദേശം 1 മണിക്കൂറിനകം ചോർന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് എത്തുകയും അത് പിന്നീട് മാധ്യമങ്ങൾക്കുൾപ്പെടെ ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ജനം TV ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ മാത്രമായിരുന്നു ഇന്റലിജൻസ് ഈ റിപ്പോർട്ട് ചോർന്നു എന്ന് മനസ്സിലാക്കിയത്. ഇതിനുശേഷവും ഇത് തടയാൻ ആവശ്യമായ യാതൊരു നടപടികളും സംസ്ഥാനം സ്വീകരിക്കുന്നില്ല എന്നത് ഒരു പ്രശ്നമാണ്. ഇതിനൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ഒരു വിളനിലമായി കേരളം മാറുന്നുവെന്ന പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, പലതരത്തിലുള്ള തെളിവുകളൊക്കെ പുറത്തു വന്ന സാഹചര്യമുണ്ട്. അതുകൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതായി വരും. ഒരുപക്ഷെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ചോർന്ന് ഇവർക്കിത് ലഭിക്കുകയാണെങ്കിൽ ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കൾ ഏത് വഴിയാണ് സഞ്ചരിക്കുന്നത്, ആരൊക്കെയാണ് അവർക്ക് സുരക്ഷ ഒരുക്കുന്നത്, ഏതൊക്കെ വേദികളിലേക്ക് അവർ പോകുന്നുണ്ട്, ഏതൊക്കെ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ഭീകര സംഘടനകൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് വലിയ വെല്ലുവിളി തന്നെ സുരക്ഷയ്ക്ക് ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വീണ്ടും സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന പോലീസിലെ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതിനകം തന്നെ കേന്ദ്ര ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പുറത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, അതായത് സ്വകാര്യ വ്യക്തികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് പോകുന്നത് എന്നത് സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി കേന്ദ്ര ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതായത് കേന്ദ്രം ഇത് കണ്ടെത്തി വാട്സാപ്പിലേക്ക് ചോരുന്നു VIP-കളുടെ യാത്രാ വിവരങ്ങൾ. സ്വാഭാവികമായും അവരിതിന്റെ ഉറവിടവും കണ്ടെത്തി കാണില്ലേ? തീർച്ചയായിട്ടും കണ്ടെത്തണമല്ലോ. കാരണം അത് കണ്ടെത്താൻ വളരെ ഈസി ആണല്ലോ. കാരണം നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആര് ഇനീഷ്യേറ്റ് ചെയ്തു, പിന്നെ ആ ഇനീഷ്യേറ്റീവ് പോയിന്റിലേക്ക് എത്താൻ പറ്റുമല്ലോ. ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പേർട്സിനെ തീർച്ചയായും കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി എടുക്കുക, ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ പണിഷ്മെന്റ് റോൾ PR ഇനീഷ്യേറ്റ് ചെയ്യുക, അതിനുശേഷം അയാളെ സസ്പെൻഡ് ചെയ്യുക, തിരിച്ച് 6 മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക. അപ്പം നമ്മളൊരു ലാഘവ ബുദ്ധിയോട് കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ഒരു പ്രൊഫഷണൽ ഫോഴ്സായ പോലീസിൽ പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി നമ്പർ 1 ഡ്യൂട്ടിയാണ്. പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി അതിൻ്റെ അപ്പുറം വേറെ ഡ്യൂട്ടി ഇല്ല. ആ ഡ്യൂട്ടീൻ്റെ പ്രയോറിറ്റീസ് അങ്ങനെയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിസിറ്റ്, പ്രൈം മിനിസ്റ്റർ വിസിറ്റ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അത്ര ടോപ്പ് പ്രയോറിറ്റിയാണ് അതിന് കൊടുക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈവൺ ഇറ്റിനറി അല്ലെങ്കിൽ റൂട്ട് അല്ലെങ്കിൽ വിസിറ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ ടൈമിംഗ് ഇത് ഒന്ന് ലീക്കായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പോസ് ആയി, അതായത് VVIP എക്സ്പോസ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ VVIP എക്സ്പോസ് ആയെന്ന് പറഞ്ഞാൽ പിന്നെ ബന്ദോബസ്ത് സ്കീം തന്നെ എക്സ്പോസ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഉദ്യോഗസ്ഥർ, നമ്മൾ സീനിയർ ഓഫീസർമാർ ഇത്തരത്തിലുള്ള വീഴ്ച കണ്ടെത്തുക, ആ കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ പേരിൽ നടപടിയെടുക്കുക. ഈവൺ വളരെ സീരിയസ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പല നേരത്തെ പറഞ്ഞ മാതിരി പല വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ കേരള പോലീസിൽ പണ്ട് പച്ച വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കേട്ടിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സ്ഥിരമായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യുന്ന PF പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുള്ള ബന്ധപ്പെട്ട പല അന്ന് ബാൻ ചെയ്ത് NDF ആയി ബന്ധപ്പെട്ട് അങ്ങനെ പല ആൾക്കാരും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇതായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എവിഡൻസ് കൊണ്ടുവന്ന് ചാർജ് ഷീറ്റ് ചെയ്താൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വളരെ സീരിയസ് ആയി ഡിറ്ററൻ്റ് ആയ ഒരു ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഴ്ചകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, നന്ദി ശ്രീ T.K. രാജ്മോഹൻ. R. രാജീവ്, അതായത് ആഴ്ചകൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി വരുമ്പോൾ രാജ്ഭവൻ അടുത്തുപോലും വെളിച്ചമുണ്ടായിരുന്നില്ല എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. അപ്പോൾ ഒരു തരത്തിലും ഒരു സംവിധാനമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിയെന്നോ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ, VIP-കൾ വരുമ്പോഴുള്ള കാര്യത്തിൽ? തീർച്ചയായും കൃഷ്ണരാജ്, ഏതായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കൾ എത്തുമ്പോൾ അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച തന്നെ സംസ്ഥാനത്ത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രി എത്തുമ്പോൾ വേണ്ടത്ര വെളിച്ചമില്ലാതിരിക്കുക, മാത്രമല്ല നേരത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എത്തുന്ന സമയത്ത് മേയറുടെ വാഹനം ഈ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിലൊന്നും കൃത്യമായൊരു വിശദീകരണം ഇപ്പോഴും സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഇരിക്കുന്ന കേരള പോലീസിന്
പോലീസിന് ഉൾപ്പെടെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഏതായാലും തുടർച്ചയായി ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ പോലും പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോകും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് VIP-കളുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശന വിവരങ്ങൾ അടക്കം എത്തുന്നു. അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട വിവരങ്ങളാണ് ഇങ്ങനെ ചോരുന്നത്. ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു R. രാജീവ്.